നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് നിഴലായിരുന്ന യാഗങ്ങൾ എന്ന വിഷയത്തെ കുറിച്ചാണ്. ലേവ്യ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, ലേവ്യ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, യഹോവ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയെ വിളിച്ച് അവനോട് അരുളി ചെയ്ത്, നീ ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരോട് പറയേണ്ടതെന്നാൽ, നിങ്ങളിൽ ആരെങ്കിലും യഹോവയ്ക്ക് വഴിപാട് കഴിക്കുന്നു എങ്കിൽ കന്നുകാലികളോ ആടുകളോ ആയ മൃഗങ്ങളെ വഴിപാട് കഴിക്കണം. അപ്പോ പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ 5 തരത്തിലുള്ള യാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. അതായത് ഒന്നാമത്തെ യാഗം എന്ന് പറയുന്നത് ഹോമയാഗം, രണ്ടാമത്തേത് ഭോജനയാഗം, മൂന്നാമത് വരുന്നത് സമാധാനയാഗം, നാലാമത് പാപയാഗം, അഞ്ചാമത് അകൃത്യയാഗം. അങ്ങനെ 5 തരത്തിലുള്ള യാഗങ്ങൾ ഇസ്രായേൽ ജനം ദൈവത്തിൽ അർപ്പിച്ചിരുന്നു. അതായത് അവർ പാപം ചെയ്യുന്നതിനുള്ള മറുമരുന്നായിട്ടായിരുന്നു ദൈവം ഈ യാഗങ്ങളെല്ലാം അവർക്ക് ഏർപ്പെടുത്തിയിരുന്നത് എന്നുള്ള കാര്യമാണ്. നിഴൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ രാത്രിയിലൊക്കെ കിടന്നു പോകുമ്പോൾ നമ്മുടെ നിഴലുകൾ നമുക്ക് റോഡിലും ജലഭിത്തികളിലും ഒക്കെ ഇങ്ങനെ തട്ടുമ്പോൾ നമുക്ക് നിഴലായിട്ട് അനുഭവപ്പെടും എന്ന് പറഞ്ഞതുപോലെ കർത്താവ് യേശു ക്രിസ്തു വരുന്നതിന്റെ നിഴൽ മാത്രമായിരുന്നു ഈ യാഗങ്ങൾ എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഈ യാഗങ്ങൾ എന്തിനർപ്പിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഈ യാഗങ്ങൾ ഹോമയാഗമുണ്ട്, സമാധാന യാഗമുണ്ട്, പാപയാഗമുണ്ട്, ഭോജനയാഗമുണ്ട്, അകൃത്യയാഗമുണ്ട്. അങ്ങനെ 3 കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? സൗരഭ്യവാസന എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ മറ്റു 2 അങ്ങനെയല്ല. ഈ യാഗങ്ങൾക്കെല്ലാം ഒന്നിനും മനുഷ്യന്റെ പാപത്തെ മോചിപ്പിക്കാനോ ആരാധകനെ ദൈവസന്നിധിയിൽ പൂർണ്ണമായി യോഗ്യനാക്കാനോ കഴിഞ്ഞിരുന്നില്ല. ഇപ്പൊ എബ്രായർ ലേഖനം 10-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഈ യാഗങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ ആരാധകൻ ദൈവത്തിലുള്ള തന്റെ വിശ്വാസവും ദൈവത്തിൽ നിന്നുള്ള ക്ഷമ പ്രാപിക്കുവാനും ദൈവത്താൽ അംഗീകരിക്കപ്പെടുവാനും ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അതായത് വിശ്വാസിയുടെ യാഗാർപ്പണത്തെ കണ്ടിട്ട് ദൈവം അവന്റെ പാപത്തെ മറയ്ക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു. അതായത് ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷവും ജനിച്ച സകല മനുഷ്യരുടെയും പാപ പരിഹാരത്തെ യാഗമായ ദൈവ കുഞ്ഞാടായ യേശു ക്രിസ്തുവിനെ ഈ യാഗങ്ങൾ എന്ത് ചെയ്യുന്നു? സൂചിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം, 29-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, 29-ാമത്തെ വാക്യത്തിൽ, പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് അവിടെ പറയുന്നു, അല്ലെ? യോഹന്നാൻ സ്ഥാപകൻ പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ, അവിടെ എന്താണ്? ഇതെല്ലാം എന്തായിരുന്നു? 5 യാഗങ്ങൾ എന്തായിരുന്നു? ക്രിസ്തുവിന്റെയും ക്രൂശമരണത്തിന്റെ വിവിധ ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന യാഗങ്ങൾ എന്തായിരുന്നു? നിഴലുകളും പ്രതീകങ്ങളും. അതുപോലെ തന്നെ അതെന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ട എന്താണ്? ഇവയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിഴൽ, അതായത് കർത്താവായ യേശു ക്രിസ്തു വരുന്നതിന്റെ നിഴൽ മാത്രമായിരുന്നു ഇവയൊക്കെയും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്ന് ഞാൻ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ആദ്യത്തെ യാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് ഹോമയാഗം. ഹോമയാഗത്തെ കുറിച്ച് ലേവ്യ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഹോമയാഗത്തിന് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്, ഹോമയാഗത്തിന് എബ്രായ ഭാഷയിൽ ഉലാഹ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് പൂർണ്ണമായും ദഹിച്ച് പുകയിൽ എന്താണ്? സ്വർഗത്തിലേക്ക് ഉയരുന്നത് കൊണ്ട് ഈ യാഗത്തിന് എന്ത് വിളിക്കുന്നു? ഹോമയാഗം എന്ന പേരായത്. അതായത് മൃഗങ്ങളുടെ തോലും പക്ഷികളുടെ അവയവങ്ങളും
എന്താണ് ഒഴികെയുള്ള മുഴുവൻ ഭാഗങ്ങളും ഈ യാഗത്തിൽ എന്ത് ചെയ്യുന്നു? ദഹിക്കപ്പെടുന്നു. അതായത് രാവിലെയും വൈകുന്നേരം നിരന്തരമായി അർപ്പിക്കുന്നത് കൊണ്ട് ഇതിനെ നിരന്തര ഹോമയാഗമെന്ന് വിളിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. പുറപ്പാട് പുസ്തകം 29ന്റെ 42 നമ്മൾ വായിക്കുമ്പോൾ 42ാമത്തെ വാക്യത്തിൽ ഇതിനെക്കുറിച്ച് കാണുന്നത്, ഞാൻ നിന്നോട് സംസാരിക്കേണ്ടത് നിങ്ങൾക്ക് വെളിപ്പെടുവാനുള്ള സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ വെച്ച് യഹോവയുടെ മുമ്പാകെ ഇത് നിങ്ങൾക്ക് തലമുറയായി നിരന്തരമായ ഹോമയാഗം ആയിരിക്കണം എന്നുള്ളതാണ് 29:42 പറയുന്നത്. ശബത്തിലും അമാവാസിയിലും ഉത്സവ സന്ദർഭങ്ങളിലും പാപയാഗത്തിന് ശേഷം ഹോമയാഗം കൂടി എന്ത് ചെയ്യായിരുന്നു? അർപ്പിക്കുമായിരുന്നു. അതായത് പുരോഹിതന്മാരുടെ ശുദ്ധീകരണം, സ്ത്രീകളുടെയും കുഷ്ഠരോഗികളുടെ ശുദ്ധീകരണം, നാസിർവ്രത ലംഘനം, സമാപ്തി എന്നിവയ്ക്കായും ഹോമയാഗം അർപ്പിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം, അല്ലെ? അപ്പൊ പുരോഹിതന്മാരെന്ന് പറയുന്ന പഴയ നിയമത്തിലേ ഉള്ളൂ. ലേവ്യ അഹരോന്യ പൗരോഹിത്യം എന്ന് പറയുന്ന പഴയ നിയമത്തിലേ ഉള്ളൂ. പുതിയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് പുരോഹിതനെ കാണുവാനില്ല. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്നീ അടിസ്ഥാനത്തിന്മേൽ സഭ പണിയപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ എപ്പിസ്കോപ്പൽ സഭയിലുള്ളവർ വിചാരിക്കുന്ന അവരുടെ യഥാർത്ഥ സഭയാണ്, കാരണം അവർക്ക് പുരോഹിതന്മാരുള്ളത് കൊണ്ട് അവരുടെ യഥാർത്ഥ സഭയാണെന്നാണ്. അങ്ങനെ പുരോഹിതൻ എന്നൊരു വർഗത്തെ പുതിയ നിയമത്തിലില്ല. രാജകീയ പുരോഹിത വർഗം എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ദൈവമക്കളെയാണ് രാജകീയ പുരോഹിത വർഗം എന്ന് പത്രോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ഡ്രസ് കോഡുകളില്ല, പുരോഹിത വസ്ത്രങ്ങളില്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങളും അതിനില്ല. അപ്പോ ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കാര്യമാണ്. അതായത് കത്തോലിക്ക മുതൽ CSI വരെയുള്ള പൗരോഹിത്യ ശുശ്രൂഷ, എനിക്ക് തോന്നുന്നു ഇവാഞ്ചലിക് എന്ന് പറയുന്ന സഭയ്ക്കുമുണ്ട്. അങ്ങനെ ഈ സഭകളിലെല്ലാം പറയുന്ന പൗരോഹിത്യം ദൈവവചന പ്രകാരമായി യാതൊരു അടിസ്ഥാനമോ അല്ലെങ്കിൽ ദൈവവചനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത പൗരോഹിത്യം മാത്രമാണ് അതെന്നുള്ള കാര്യം മറന്നു പോകരുത്. കാരണം സഭ എന്ന് പറയുന്ന രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തെയാണ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് കർത്താവ് യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവരെയാണ് സഭ എന്ന് പറയുന്നത്. അത് കർത്താവിന് അറിയുകയും ചെയ്യാം ആരൊക്കെയാണ് സഭയിൽ ഉണ്ടെന്നുള്ള കാര്യം. അല്ലാതെ കുറെ കുരിശുകളും ത്രോണോസുകളും അതുപോലെയുള്ള സംഗതികളും വെച്ച്, അല്ലെങ്കിൽ പെന്തിക്കോസ് പോലുള്ള ന്യൂ ജനറേഷൻ പോലുള്ള സഭകളൊന്നും എന്നല്ല കർത്താവിന്റെ സഭകളൊന്നും അല്ല എന്നുള്ള കാര്യം ഞാനിവിടെ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. അപ്പോ എന്താണ്? കളഹരഹിതമായ ക്രിസ്തുവിനെയാണ് ഈ ഹോമയാഗം എന്ത് ചെയ്യുന്നത്? സാദൃശീകരിക്കുന്നത്. അതുതന്നെ ഹോമയാഗം എന്താണ്? പ്രായശ്ചിത്തം വരുത്തുവാനുള്ളതാണ്. ക്രിസ്തു ഭാവിക്ക് പകരമായിട്ടാണ് ഇവിടെ മരിക്കുന്നത്. യാഗങ്ങളെല്ലാം എന്താണ്? മനുഷ്യന് ദൈവത്തോടുള്ള നിരപ്പും കൂട്ടായ്മയും പ്രാപിക്കുവാനുള്ള മാർഗങ്ങളായിരുന്നു എന്നാണ് അതിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഹോമയാഗത്തിനുള്ള വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ഒരു കാളയുണ്ടായിരുന്നു, ആടുണ്ടായിരുന്നു, പ്രാവുണ്ടായിരുന്നു. ഇവ അവരുടെ എന്താണ്? പ്രാപ്തികൃതവണ്ണം അർപ്പിക്കണമായിരുന്നു. അത് കർത്താവിന്റെ തന്റെ രക്തം നമുക്കായി ചൊരിഞ്ഞതിന്റെ നിഴൽ അതാണ്. രക്തം മുഴുവൻ ഈ യാഗപീഠത്തിന്റെ ചുവട്ടിൽ എന്ത് ചെയ്യണം? ഒഴിച്ചു കളയണമെന്നാണ് പ്രധാനമായിട്ടും ഹോമയാഗത്തിൽ നടക്കുന്നത്. അതായത് മറിയയും യോസഫും ദരിദ്രരായതിനാൽ ഇങ്ങനെ പ്രാവും കുഞ്ഞുങ്ങളെ ഈ യാഗം കഴിപ്പിക്കാനായി കൊണ്ടുപോയെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോമയാഗം അർപ്പകന്റെ പൂർണ്ണ പ്രതിഷ്ഠയെ സാദൃശീകരിക്കുന്നു എന്നുള്ളതാണ്. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. റോമർ 12:1. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പീൻ എന്ന് പറയുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പം ദൈവം നമ്മുടെ ശരീരങ്ങളെ എന്ത് ചെയ്യണം? വിശുദ്ധമായി സൂക്ഷിക്കണം. നമ്മുടെ ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കണം. കാരണം കർത്താവിന്റെ ഇരിപ്പിടമാണ് ഈ ശരീരം എന്ന് പറയുന്നത്.
ആ ശരീരത്തിൽ ബുദ്ധിയുള്ള ആരാധന, അതായത് വിഗ്രഹങ്ങളെ വെച്ചുള്ള ആരാധനയല്ല, ചൊല്ലലല്ല, ജൽപ്പനമല്ല, ഇവയൊന്നും എന്തല്ല, ബുദ്ധിയുള്ള ആരാധനയിൽ പെടുന്ന ഒന്നല്ല എന്ന് അവിടെ ഉറപ്പിച്ചു കൊള്ളട്ടെ, അല്ലെ? യാഗം അർപ്പിക്കുന്നവൻ എന്ത് ചെയ്യണം? സ്വന്തം ഹൃദയപ്രകാരം മാത്രമാണ് അത് ചെയ്യേണ്ടത്. അതായത് കാള, ആട്, പ്രാവ് എന്നിവ എന്താണ്? ക്രിസ്തുവിന്റെ ക്ഷമാശീലത്തെയും സഹനശക്തിയെയും സമ്പൂർണ്ണ സമർപ്പണത്തെയും കളങ്കമില്ലായ്മ എന്ത് ചെയ്യുന്നു? ഇത് സാദൃശീകരിക്കുന്നു എന്നുള്ളതാണ്. അതിനെ ഖണ്ഡം ഖണ്ഡമായി മുറിക്കുന്നതോടെ അത് തകർന്നു പോകും. നാം ദൈവം മുമ്പാകെ എന്താകണം? ഒന്നുമല്ലാതെ ആകണം എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് അർപ്പകൻ ബലിമൃഗത്തിന്റെ തലയിൽ കൈ വെക്കുന്നതിനാൽ തന്നെ മൃഗത്തോട് ഏകീഭവിക്കുകയും തനിക്ക് പകരമായിട്ട് ആ മൃഗം മരിക്കുന്നു എന്ന് സമ്മതിക്കുകയും ചെയ്യുകയാണ്. മൃഗത്തിന്റെ തോലുരിച്ചാണ് യാഗം കഴിക്കുന്നത്. തോല് ഏത് ജീവിയുടെ എന്താണ്? സൗന്ദര്യമുള്ള ഭാഗമാണ്. അപ്പം എന്താണ്? തോല് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ജീവിയെ തിരിച്ചറിയാൻ തന്നെ എളുപ്പമല്ല. നമ്മുടെ പൊങ്ങച്ചം മാറ്റിവെച്ച് ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ യാഗം എന്ന് പറയുന്നത്. അപ്പൊ തീ എന്താണ്? ദൈവത്തിന്റെ വിശുദ്ധിയെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് എബ്രായർ ലേഖനം 12-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ ആരോ പറയുന്നത് കേട്ട് ദൈവ സ്നേഹമാണ്, ദൈവം ആരെയും ശിക്ഷിക്കത്തില്ല. കാരണം ന്യായ ദിവസം വരുമ്പോൾ, അല്ലെങ്കിൽ എല്ലാവർക്കും ശിക്ഷ കൊടുക്കുന്ന ആ ദിവസം വരുമ്പോൾ മനസ്സിലാകും. അത് ആരോ പഠിപ്പിക്കുന്നത് കേട്ടു ദൈവം സ്നേഹം മാത്രമാണ്, ആരെയും ഉപദ്രവിക്കത്തില്ല എന്നുള്ളതാണ് പല ആളുകളും ഇന്ന് വലിയ കാര്യമായി പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതെല്ലാം എന്താണ്? പിശാചിന്റെ ഒരു തന്ത്രമെന്ന് മാത്രമേ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയുവാൻ കഴിയുകയുള്ളൂ. അപ്പൊ എന്താണ്? കർത്താവ് യേശു ക്രിസ്തു എന്താണ്? തന്റെ മരണത്തിൽ എന്താണ്? നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിനെ എന്ത് ചെയ്യുന്നു? താൻ എന്ത് ചെയ്തു? നിഷ്കളങ്കമായി അർപ്പിക്കുകയായിരുന്നു. അതാണ് ഹോമയാഗമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ക്രിസ്തുവിന്റെ ക്രൂശീകരണം എന്താണ്? നമുക്ക് വേണ്ടിയുള്ള സൗരഭ്യ ദൈവം മുമ്പാകെ. ഇങ്ങനെയാണ് എബ്രായർ ലേഖനം 5-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം നമ്മൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. 5-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലേക്ക്, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ, ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായി വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പി. ഇപ്പൊ എന്താണ്? അവൻ നമുക്ക് വേണ്ടി എന്താണ്? സൗരഭ്യവാസനയായി വഴിപാട് യാഗമായി അർപ്പിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെ? അപ്പൊ എന്താണ്? കർത്താവ് യേശു ക്രിസ്തു മരണത്തോട് നിഷ്കളങ്കനായി നിന്ന്, അല്ലെ? ക്രൂശമരണത്തോളം തന്നെ. അപ്പൊ എന്താണ്? നമ്മളിപ്പോഴും എന്താണ്? ബുദ്ധിയുള്ള ആരാധനയായിട്ട് മാറണം എന്നുള്ളതാണ് ഇവിടെ ദൈവവചനം നമ്മളോട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? വിഗ്രഹങ്ങളെ ആരാധിക്കുകയല്ല, അത് ബുദ്ധിയുള്ള ആരാധനയല്ല, ദൈവവചനത്തിന് വിരുദ്ധമായ ആരാധനകളാണ്. രണ്ടെന്താണ് ഞാൻ പറഞ്ഞത്? ജൽപ്പനം ചെയ്യുക, ചൊല്ലുക, ഇവയൊക്കെയും എന്താണ്? ദൈവവചനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആരാധനകളാണ്. കാരണം ദൈവം നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഉള്ളിലാണ് വസിക്കുന്നത്. അപ്പോൾ ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്നാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞ. ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ലെവിയ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 4-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോ, അവൻ ഹോമയാഗത്തിന്റെ തലയിൽ കൈവയ്ക്കണം. എന്തിനാണ് കൈവയ്ക്കുക? അല്ലെ? ഇതിന്റെ ലേവ്യ പുസ്തകം 3:2-8 ഒക്കെ വായിക്കുമ്പോ, 3-ാം അധ്യായം 2-8 നമ്മൾ വായിക്കുമ്പോ 2:8, തന്റെ വഴിപാടിന്റെ തലയിൽ അവൻ കൈവച്ച് സമാധാന കൂടാരത്തിന്റെ വാതിക്കൽ വെച്ച്
അതിനെ അറക്കണം. അഹരോന്റെ പുത്രന്മാരെ പുരോഹിതന്മാർ അതിന്റെ ഈ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. അതാണ് പുരോഹിതന്മാരെ കുറിച്ച് നമ്മൾ കാണുന്നത് പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിലാണ്. പുറപ്പാട് 28-1. 28-1 വാക്യത്തിൽ നിന്റെ സഹോദരനെ അഹരോനെയും പുത്രന്മാരെയും അഹരോനെയും അവന്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ട ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്നും നിന്റെ അടുക്കൽ വരുത്തുക. അഹരോന്റെ പുത്രന്മാരെ നാദാബ്, അബീഹു, എലയാസാർ, ഈഥാമാർ എന്നിവരെയും തന്നെ എന്ന് അവിടെ കാണുന്നു. അതായത് മിസ്രൈമിൽ നിന്നും പുറപ്പാടിന് മുമ്പുള്ള കാലത്ത് കുടുംബത്തിലെ മുതിർന്ന ആൾ പുരോഹിത കർമ്മങ്ങൾ നിർവഹിച്ചിരുന്നു. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി 8-20. 20-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലത് എടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. 21-ാമത്തെ വാക്യത്തിൽ യഹോവ സൗരഭ്യവാസനം മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തു. അപ്പൊ അവിടെ സൗരഭ്യവാസന എന്ന് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യം എന്താണ്? ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്ന സൗരഭ്യവാസനയുള്ള യാഗമായി നമുക്ക് വേണ്ടി തീർന്നു എന്നുള്ളതാണ് അവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ അത് 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ തലയിൽ കൈവയ്ക്കണം. അത് കഴിഞ്ഞ ശേഷം എന്താ പറയുന്നത്? എന്നാൽ അത് അവന് വേണ്ടി പ്രായച്ചിത്തം വരുത്തുവാൻ. പ്രായച്ചിത്തം ലേവ്യർ 4-ാം അധ്യായം 20-26 നമ്മൾ വായിക്കുമ്പോൾ ലേവ്യർ 4-ാം അധ്യായം 20-26 നമ്മൾ വായിക്കുമ്പോൾ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു 4:20 പാപയാഗത്തിനുള്ള കാളയെ അവൻ ചെയ്തതുപോലെ തന്നെ ഈ കാളയും ചെയ്യണം. അങ്ങനെ തന്നെ ഇതിനെയും ചെയ്യണം. ഇങ്ങനെ പുരോഹിതന്മാർ അവർക്ക് വേണ്ടി പ്രായച്ചിത്തം കഴിക്കണം. എന്നാൽ അത് അവരോട് ക്ഷമിക്കും. 26-ാമത്തെ വാക്യത്തിൽ അതിന്റെ മേധസ്സൊക്കെയും അവൻ സമാധാനയാഗത്തിന്റെ മേധസ് പോലെ യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. ഇങ്ങനെ പുരോഹിതൻ അവന്റെ പാപം നിമിത്തം അവന് വേണ്ടി പ്രായച്ചിത്തം കഴിക്കണം. എന്നാൽ അത് അവനോട് ക്ഷമിക്കും. അപ്പൊ മഹാപുരോഹിതനായ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പ്രായച്ചിത്തം ചെയ്തു, അല്ലെങ്കിൽ പാപപരിഹാരം നമുക്കായി ചെയ്തു. അത് വിശ്വസിക്കാതെ ഇന്നും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ബലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജൽപ്പനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊന്നും എന്താണ് കർത്താവ് പ്രസാദിക്കുവാനായിട്ട് പോകുന്നില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. ലേവ്യർ 1-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ അവൻ യഹോവയുടെ സന്നിധിയിൽ കാളക്കിടാവിനെ അറുക്കണം എന്ന് നമ്മൾ വായിച്ചു, അല്ലെ? അവരവന്റെ പുത്രന്മാരെ പുരോഹിതന്മാർ അതിന്റെ രക്തം കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിന്റെ വാതിക്കലുള്ള ഈ യാഗപീഠത്തിന് ചുറ്റും തളിക്കണം. 6-ാം വാക്യത്തിൽ അവൻ ഹോമയാഗ മൃഗത്തിന്റെ തോലുരിച്ച് ഖണ്ഡമായി മുറിക്കണമെന്നും പുരോഹിതനായ അഹരോന്റെ പുത്രന്മാർ യാഗപീഠത്തിന്മേൽ തീയിട്ട് തീയുടെ മേൽ വിറക് അടുക്കണം. പിന്നെ അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ഖണ്ഡങ്ങളും തലയും മേധസ്സും യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിന്മേൽ അടുക്കി വെക്കണം. അതിന്റെ കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകണം എന്ന് അവിടെ പറയുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സംഖ്യാപുസ്തകം അവിടെ നമ്മൾ കാണുന്ന ഒരു കഴുകൽ, അല്ലെ? സംഖ്യാപുസ്തകം 15-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ആ കഴുകലിനെ കുറിച്ച് 15-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ 15-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നേർച്ച നിവർത്തിപ്പാനോ യഹോവയ്ക്ക് സമാധാനം യാഗം കഴിപ്പാനോ ഹോമയാഗത്തിനാകട്ടെ ഹനനയാഗത്തിനാകട്ടെ ഒരു കാളക്കിടാവിനെ കൊണ്ടുവരുമ്പോൾ കിടാവിനോടുകൂടെ
അരഹീൻ എണ്ണ ചേർത്ത് 3 മാവ് ഭോജനയാഗമായിട്ട് അർപ്പിക്കണം. അതിന്റെ പാനീയമായി അരഹീൻ വീഞ്ഞ് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി അർപ്പിക്കണമെന്ന് അവിടെ കാണുന്നു. അപ്പൊ ഇതെല്ലാം എന്തായിരുന്നു? നിയമങ്ങളായിരുന്നു. ഇവയെ അർപ്പിച്ചാൽ മാത്രമേ അന്ന് പാപപരിഹാരം ലഭിക്കത്തുള്ളായിരുന്നു. അപ്പൊ ആ സ്ഥാനത്ത് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാപപരിഹാരമായി തീർന്നത് കൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ രക്ഷപ്പെടും, അല്ലാത്തവനൊന്നും രക്ഷപ്പെടുവാൻ പോകുന്നില്ല. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു കൊള്ളട്ടെ, കർത്താവ് യേശു ക്രിസ്തുവിനെ നോക്കാതെ ഒരുത്തനും രക്ഷപ്പെടുമെന്ന് അങ്ങനെ കരുതി കൂട്ടുന്നു എങ്കിൽ വെറുതെയാണ്, അല്ലെ? അവൻ മുഖാന്തരമല്ലാതെ ഒരു രക്ഷയും ഇനിയില്ല, അല്ലെ? നമ്മള് എഫേസ്യർ ലേഖനം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ എഫേസ്യർ 5-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, 5:2. അവിടെ എഴുതിയിരിക്കുകയാണ്, ആ 2-ാം വാക്യത്തിൽ ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാട് സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നു, 13-ന്റെ-1 നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, പെസഹ പെരുന്നാളിന് മുമ്പ് താൻ ഈ ലോകം വിട്ടു പിതാവിന്റെ അടുക്കൽ പോകാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു എന്ന് അവിടെ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോ നമ്മൾ മനസ്സിലാക്കി ഹോമയാഗം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്, കർത്താവ് യേശു ക്രിസ്തു വരുന്നതിന്റെ നിഴലാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഈ സമയത്തിനായി സ്തുതിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും ദൈവം ധാരാളമായി സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. ഇതിൽ അർജുന്മാരെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ടിയ സഹോദരം മാനവും മഹത്വോപജനുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള തിരുനാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ.